ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഓണ സ്പെഷ്യൽ കാബേജ് തോരനാണ്. അപ്പോൾ നമ്മുടെ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് തോരൻ. അപ്പോൾ നമ്മൾ പല രീതിയിലും തോരൻ റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാബേജ് തോരനാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു കാബേജിൻ്റെ പകുതി ഞാൻ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് 3 ക്യാരറ്റ് ചോപ്പറിലൊന്ന് നല്ലപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് 2 സവോള എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങ, ഒരു 4 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, 2 ചുവന്നുള്ളി, ഒരു പിഞ്ച് നല്ല ജീരകം. ഓപ്ഷനിലാണ് ജീരകം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഞാനിതാ മിക്സിയിൽ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങയും ജീരകവും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ കൂടെ ഒരു പൾസ് മൂടിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ചമ്മന്തിക്ക് ചതക്കി എടുക്കണ പോലെ ഒന്ന് ചതക്കി എടുത്ത് വെക്കാം. ഇവിടെ ചതക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഒരു തരിതരിപ്പായിട്ട് നമുക്ക് കിട്ടണം. അപ്പം ഇനി ഞാനിതാ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തു. അപ്പം ഇതാ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി നമ്മളൊന്ന് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ചതക്കി എടുത്താലും മതി. അതിനോടൊപ്പം തന്നെ ഒരു 3 അല്ലി ചുവന്നുള്ളി. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുതിര. ഇതിന് പകരം നിങ്ങൾക്ക് ഉഴുന്ന് വേണമെങ്കിലും ചേർക്കാട്ടോ. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക്. ഉള്ളി ഒന്ന് മൊരിഞ്ഞു വരട്ടെ. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത മുതിര നല്ല പോലെ അങ്ങ് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ സവോള ചേർത്ത് കൊടുക്കും. ചേർത്ത് കൊടുക്കാം, പാട് വേണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് കുറച്ച് വേവുള്ളത് കൊണ്ട് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരുപാട് അങ്ങ് നല്ല പോലെ അങ്ങ് വെന്ത് എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ക്യാരറ്റൊക്കെ നമ്മൾ പച്ചക്ക് കഴിക്കുന്നതല്ലേ, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മുളക് പൊടി, നല്ല പോലെ ഒന്ന് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത ഇവിടെ കാബേജ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കാം. അതിനുശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതാ നമ്മുടെ കാബേജ് ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ ചതുക്കിയെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വരണം. നമ്മുടെ തേങ്ങ ഇതിൽ കിടന്നൊന്ന് മൂത്ത് വന്നോളൂ. ഒരു നല്ലൊരു സ്മെല്ലും കൂടെ കിട്ടും. ഒന്നും കൂടെ ഒന്ന് റെഡി ആവട്ടെ. അപ്പോൾ അതാ നമ്മുടെ കാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഒരിത്തിരി എണ്ണ കൂടുതൽ വേണം കേട്ടോ നമ്മുടെ തോരനിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കും, നമുക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു 2 ടേബിൾ സ്പൂണ് പച്ചപ്പട്ടാണി ഞാനിതിവിടെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഒന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടെ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഓണ സ്പെഷ്യൽ
കാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രാവശ്യത്തെ ഓണത്തിന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.